Hi dear students. അപ്പോൾ നമ്മൾ +1 മാത്സിന്റെ എക്സാം ആണ് നാളെ. അതിൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ നമുക്കറിയാം ഒരു 6 to 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിലെ ക്വസ്റ്റ്യൻസ് കാണാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫുഡ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഇമേജ് കണ്ടുപിടിക്കുക. രണ്ടും ഏകദേശം ഒരേപോലെ ചെയ്യേണ്ടതാണ്. രണ്ടും ഞാൻ ഒരു വീഡിയോയിൽ എടുത്തു തരികയാണ്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് പറഞ്ഞിരുന്നത്, ആർക്കും പഠിക്കാം. ഇത് വേറെ രീതിയിലും ചെയ്യാം. അങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ള കുട്ടികൾ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഷോർട്ട് കട്ടാണ്, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാം, ഒരിക്കലും തെറ്റത്തില്ല. ഓക്കെ, ആദ്യം എന്താണ് ഫുഡ് പെർപെൻഡിക്കുലർ എന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഫുഡ് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കും? വേറെ ഒന്നുമില്ല കുട്ടികളെ. ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് ചെയ്താൽ അങ്ങനെ ഒരു ലൈൻ, ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിലെ ഒരു പോയിന്റ് ആണ് x1 y1 എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു പോയിന്റിൽ കൂടെ ഇനി ഒരു ലൈൻ തന്നിട്ടില്ലേ, തന്നിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഈ ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ x1 y1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഈ ലൈനിലോട്ടുള്ള ഫുഡ് പെർപെൻഡിക്കുലർ എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കുന്ന പോയിന്റ്, ദിസ് പോയിന്റ്, യു ഹാവ് ടു ഫൈൻഡ് ദിസ് പോയിന്റ്. ഫൂട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ലൈനിന്റെ ഫൂട്ട് എന്ന് പറഞ്ഞാൽ ബേസ് പോർഷൻ. ഈ പോയിന്റിന് ഞാൻ x2 y2 എന്ന് പറഞ്ഞെടുക്കും. അപ്പൊ x2 y2 എന്ന പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. x1 y1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ഈ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫുഡ് പെർപെൻഡിക്കുലർ. ക്ലിയർ? അതാണ് ഫിഗറിൽ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ചരിച്ച് വരയ്ക്കുന്നുള്ള ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് ആണ് x2 y2. അപ്പൊ x2 കണ്ടുപിടിക്കുന്ന ഫോമുല ഇവിടെ ഉണ്ടോ? x2 കണ്ടുപിടിക്കുന്ന ഫോമുല ആരാണ്? x1 മൈനസ് ak. y2 കണ്ടുപിടിക്കുന്ന ഫോമുല ആരാണ്? y1 മൈനസ് bk. അവിടെ k ആരാണ് കുട്ടികളെ? ax1 പ്ലസ് by1 പ്ലസ് c ബൈ s. ഇതാണ് k, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അപ്പൊ ഫുഡ് പെർപെൻഡിക്കുലർ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ax1 പ്ലസ് by1 പ്ലസ് c ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല അല്ലെ, റൂട്ട് മാറ്റിയാൽ മതി, വേറെ കാണാനൊന്നും പഠിക്കണ്ട. മോഡും മാറ്റുക, റൂട്ടും മാറ്റുക. ആ ഡിസ്റ്റൻസിന്റെ ആ ഫോർമുല അത് തന്നെയാണ് കെ എന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായല്ലോ? ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല മനസ്സിൽ വെച്ചേക്കാൽ മോഡ് കളയുക, താഴത്തെ റൂട്ടും കളയുക. ആ വാല്യൂ ആണ് കെ. കിട്ടിയ വാല്യൂ എടുത്ത് ഈ 2 ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് x2 y2 കിട്ടും. അതാണ് ഫുഡ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ. പ്രോബ്ലം ചെയ്യുമ്പോൾ എൻ്റെ പിള്ളേർക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും. പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഈ ആദ്യം കെ കണ്ടുപിടിക്കണം, പിന്നെ x2 y2 കണ്ടുപിടിക്കണം. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ കണ്ടോ? -13 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. -13 എന്ന് പറഞ്ഞ പോയിന്റ്. ഇത് -13 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിന്റെ ഇക്വേഷൻ ഉണ്ട്. ഏതാ? 3x - 4y - 16 = 0. ഇതിന്റെ ഫുഡ് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണം. ഇതാണ് ഫുഡ് പെർപെൻഡിക്കുലർ. ഈ പോയിന്റിന് x2 y2 എന്ന് പറഞ്ഞെടുത്തു. ഇത് തന്നിരിക്കുന്ന പോയിന്റ് ആണ് x1 y1. അപ്പൊ നമുക്ക് ഫുഡ് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എല്ലാം തന്നിക്കുന്നിടത്ത് എഴുതാം. x1 y1 ആരാ? -13 ആണ് x1 y1. അടുത്ത് x2 y2 കണ്ടുപിടിക്കാം. ഇനി a, ഇതാണ് ഇക്വേഷൻ. ഇതിൽ a ആരാ? ക്യാപിറ്റൽ ലെറ്റർ A ആരാ? x-ന്റെ കോഎഫിഷ്യന്റ് ആണ് a, y-യുടെ കോഎഫിഷ്യന്റ് ആണ് b ആരാ? -4. c കോൺസ്റ്റന്റ് ആണ്. z കോൺസ്റ്റന്റ് ആരാ? -16. ക്ലിയർ? k കണ്ടുപിടിക്കേണ്ട ഫോർമുല സാറ് പഠിപ്പിച്ചു. k = ആരാ? ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇതാണ് a കണ്ടുപിടിക്കേണ്ട ഫോർമുല. k കണ്ടുപിടിക്കുന്ന ഫോർമുല. സോ k = a എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു x1 ആറാ ഈ പോയിന്റ് -1 പ്ലസ് b ആറാ -4 ഇൻറ്റു y1 3 പ്ലസ് c ആറാ -16 the whole divided by a square plus b square. a ആരാ? 3 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ. സോ സോൾവ് ചെയ്യുമ്പോൾ -3 -12 -16 ബൈ 3 സ്ക്വയർ എത്രയാടാ? 9 പ്ലസ് 16 എന്ന് കിട്ടും. അപ്പം -15 -31 ബൈ 25 എന്ന് കിട്ടും. ക്ലിയർ? ആൻസറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോണം. ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നതാണ്. -3 -12 ബന്ധോടാ -15 -31 ബൈ 25 ആര് കിട്ടി? കെയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഫുഡ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ പോയിന്റ്സ് ആരൊക്കെയാ? x2 y2 കണ്ടുപിടിക്കുന്ന ഫോർമുല ആരാണ്? നോക്കേ, x2 y2 ഫോർമുല. x2 കണ്ടുപിടിക്കുന്ന ഫോർമുല x1 മൈനസ് ak1. x2 എന്ന് പറഞ്ഞാൽ x1 മൈനസ് ak1 അല്ലെ? ak, which means ആരാ? x1 ആര് കുട്ടികളെ? x1 എന്ന് പറഞ്ഞാൽ -1
-1 മൈനസ് എ ആരാ 3 ഇൻറ്റു കെ, കെയുടെ വാല്യൂ ആരാ -31/25 സോൾവ് ചെയ്യുക ഇത്. അടുത്ത് y2 ആരാ, y2ന്റെ ഫോർമുല ആരാ, എങ്ങനെ y2 കണ്ടുപിടിക്കും, y1 മൈനസ് bk ഈ രണ്ട് ഫോർമുല ഓർത്തിരിക്കുക, x2 ഉം y2 ഉം ആ ഫോർമുലയെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y1 ആരാ കുട്ടികളെ -3 മൈനസ് ബി ആരാ -4 ഇൻറ്റു കെ ആര് -31/25. നിങ്ങളിത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് x2ന്റെയും y2ന്റെയും വാല്യൂ കിട്ടും. അതാണ് ഫുഡ് പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് നിങ്ങൾ സോൾവ് ചെയ്തോളുക 68/25 എന്നും ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -49/25 എന്നും കിട്ടും. സോൾവ് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് 99 അല്ലേ, 93/25 ക്രോസ് ചെയ്യുമ്പോൾ -25 പ്ലസ് 93, അപ്പോൾ എത്ര 68/25 എന്ന് കിട്ടും. ഇത് രണ്ടും പ്ലസ് പക്ഷെ ഇത് മൈനസ് തന്നെ വരും. അപ്പൊ 75 മൈനസ് ആരാ 120 സംതിങ്, 75 മൈനസ് 124 കിട്ടും, മനസ്സിൽ നിന്ന് 49/25 കിട്ടും. സോ അപ്പം പോയിന്റ്സ് ആരൊക്കെയാ, x2 y2 ആരാ, x2 y2നെ എടുത്ത് എഴുതണം. ആരാ പോയിന്റ്സ് ആരൊക്കെയാ 68/25 -49/25 ഇങ്ങനെ വേണം ഫുഡ് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാൻ. അല്ലാതെ കണ്ടുപിടിക്കാൻ വേറെ ടെക്നിക്ക് ഉണ്ട്. ഈ രണ്ട് ലൈൻസിന്റെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് -1 ആണ്. ഈ ലൈനിന്റെ സ്ലോപ്പ് എടുക്കുക, സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് -1 ഇക്വേറ്റ് ചെയ്യുക. ആ വാല്യൂവിനെ x2 - x2 y2 - y1 ഫോർമുല യൂസ് ചെയ്ത് സ്ലോപ്പിന്റെ ഫോർമുലയിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഈ പോയിന്റ് കൊണ്ട് ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ ഇക്വേഷൻ കിട്ടും. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ പോയിന്റും കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണോ സോൾവ് ചെയ്ത് പോയിന്റ്സ് കണ്ടുപിടിക്കാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷെ ഇത് പഠിച്ചു വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് ഈ ഫോർമുല. ഓക്കെ, ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഫുഡ് പെർപെൻഡിക്കുലർ ഇതുവരെയും പഠിക്കാത്ത കുട്ടികൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഫുഡ് പെർപെൻഡിക്കുലർ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ മാർക്ക്. ഫോർമുല മറന്നു പോകരുത്. നെക്സ്റ്റ്, ഇമേജ് കണ്ടുപിടിക്കാൻ. ഫുഡ് പെർപെൻഡിക്കുലർ പോലെ എന്താ കോൺസെപ്റ്റ് ആണ് ഇമേജ്. ഇമേജ് എന്ന് പറഞ്ഞതാ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ പോയിന്റ്, ഈ ലൈനിന്റെ ഇക്വേഷൻ എന്തൊക്കെയോ ax + by + c = 0. ഓക്കെ, ഈ പോയിന്റ് ഈ ലൈൻ എന്ന് പറഞ്ഞ ഒരു മിറർ പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഈ പോയിന്റ് ഈ മിററിൽ ഉണ്ടാക്കുന്ന ഇമേജ് സെയിം അകലത്തിൽ ഇവിടെ കിട്ടും. അപ്പൊ ഇതൊരു പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഈ പോയിന്റ് ആണ് ഫുഡ് പെർപെൻഡിക്കുലർ. നേരത്തെ കണ്ടുപിടിച്ച ഇവിടെ ഈ പോയിന്റ് കണ്ടുപിടിക്കുക, അതിനെയാണ് ഇമേജ് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പൊ ഈ പോയിന്റ് x2 y2 എന്ന് ഞാൻ വിളിച്ചു. അത്രേ ഉള്ളൂ. നേരത്തെ ഇതായിരുന്നു x2 y2 ഫുഡ് പെർപെൻഡിക്കുലർ ആണ്. ഇത് ഈ പോയിന്റ് ഇതൊരു പ്ലെയിൻ മിറർ ആയിട്ട് ആക്ട് ചെയ്യും. എക്സാമിന് ഇമേജിന് വരെ പ്ലെയിൻ മിറർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഇത് പ്ലെയിൻ മിറർ ആയിട്ട് ആക്ട് ചെയ്താൽ ഈ പോയിന്റ് ഈ ലൈനിൽ ഉണ്ടാക്കുന്ന ഇമേജ് അത് നേരെ ഇപ്പുറത്തായിരിക്കും കിട്ടുന്നത്. ക്ലിയർ? ആ പോയിന്റ് x2 y2 എന്ന് എടുക്കുക, ആ പോയിന്റ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ഈ x2 y2 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നേരത്തെ പോലെ എല്ലാം സെയിം, കെയുടെ വാല്യൂ സെയിം, ax1 + by1 + c a² + b² വെച്ച് k കിട്ടും. k ആദ്യം പഴയതുപോലെ കണ്ടുപിടിക്കാം. ഈ ഫോർമുലയിൽ മാത്രം x1 - ak പകരം 2ak-യും y2 = y1 - bk പകരം 2bk എടുക്കുക. കാരണം ഇതിന്റെ ഇരട്ടിയാണ് ഇവിടെ വരുന്നത്. കാരണം ഈ രണ്ട് പോയിന്റ്സിന്റെ പകുതിയാണിത്. അപ്പൊ ഇതിന്റെ ഒരു ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്നത്. ആ ഒരു കോൺസെപ്റ്റുകളും നിങ്ങൾ നേരത്തെ ഫുഡ് പെർപെൻഡിക്കുലർ വെച്ച് കണക്ട് ചെയ്താൽ മതി. ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ x1 - ak എന്നുള്ളതിനെ 2ak എന്നും y1 - bk എന്നുള്ളതിനെ 2bk എന്നും ആക്കുക. വേറെ ഒന്നുമില്ല കുട്ടികളെ മാറ്റം. അപ്പൊ ഫുഡ് പെർപെൻഡിക്കുലർ വെച്ച് ഇമേജിനെ കണക്ട് ചെയ്തില്ലേ, ഒരെണ്ണം പഠിച്ചാൽ പോരെടാ. ഈ ഫോർമുല ഭയങ്കര എളുപ്പമല്ലേടാ, പഠിക്കടാ, ഭയങ്കര നിസ്സാരം. ഒരു എക്സാമ്പിൾ സാർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. അസ്യൂം ദാറ്റ് എ സ്ട്രൈറ്റ് ലൈൻ വർക്ക് ആസ് ദ പ്ലെയിൻ മിറർ ഓഫ് എ പോയിന്റ്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആരാ 1 2. എന്നിട്ട് ഒരു ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈനിന്റെ ഇക്വേഷൻ ആരാ, ഒരു സ്ട്രൈറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈനിന്റെ ഇക്വേഷൻ ആരാ x - 3y + 4 = 0. ഇതിന്റെ ഫുഡ് പെർപെൻഡിക്കുലർ x - 3y + 4 = 0. ഇതിന്റെ ഫുഡ് പെർപെൻഡിക്കുലർ അല്ല, സോറി, ഇതിന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടും. ഈ പോയിന്റ് കണ്ടുപിടിക്കുക. ഇതാണ് x2 y2. ഈ പോയിന്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നേരത്തെ പോലെ എന്തൊക്കെ എടുത്ത് എഴുതും, a b c. ഇയാളുടെ കോഎഫിഷ്യന്റ് a, ഇയാളുടെ കോഎഫിഷ്യന്റ് b, കോൺസ്റ്റന്റ് c. then x1 y1 1 2 എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് ആരെന്ന് പറഞ്ഞാൽ x1 y1.
അപ്പൊ ഈ പോയിന്റ് വെച്ച് നിങ്ങൾ കെ കണ്ടുപിടിച്ചു. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തെന്ന് പിടിച്ചു നിങ്ങൾ k - 1/10 എന്ന് കിട്ടി. ദെൻ ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടി കോർഡിനേറ്റ്സ് x2 എന്ന് പറഞ്ഞാൽ ആരാ x1 - 2ak. അപ്പൊ ഈ x1 - 2 × a × k. അതേപോലെ y2 എന്ന് പറഞ്ഞാൽ ആരാണ് y1 - 2bk. ഫോർമുലയെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 പോയിന്റ്സ് കിട്ടും. സോ റിക്വയർഡ് കോർഡിനേറ്റ്സ് ഈസ് ഇതാണ് ആരെന്ന് പറഞ്ഞാൽ ഇമേജ്. ഇതാണ് ഇമേജ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ എന്റെ കുട്ടികൾക്ക്? പിടികിട്ടിയോ? എളുപ്പമല്ലേ? അപ്പൊ ഫുഡ് പെർപെൻഡിക്കുലർ മാത്രം പഠിച്ചാൽ പോരേടാ, ഇമേജ് നിസ്സാരമല്ലേ? ഇക്വേഷൻ നിങ്ങൾ ഇപ്പം തന്നെ കാണാൻ പഠിച്ചു. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? k കണ്ടുപിടിക്കണം. സാറ് പറഞ്ഞു ഡിസ്റ്റൻസിന്റെ ഫോർമുലയിൽ മോഡും റൂട്ടും കളയുക. അപ്പൊ ax1 + by1 + c / a² + b², k കിട്ടും. എന്നിട്ട് x2 എങ്ങനെയാ? x1 - ak. y2 എങ്ങനെയാടാ? y1 - bk. ഇമേജ് ആണെങ്കിലോ 2ak 2bk. പരിപാടി കഴിഞ്ഞു. നിസ്സാരമല്ലേ? മാറിപ്പോവില്ല. ഈസി പീസി. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? നാളെ എക്സാമിന് ഇത് ചെയ്തു കൊടുക്കണം. വന്നാൽ ചെയ്തു കൊടുക്കുക. പക്കാ നിങ്ങൾ മാർക്ക് വാങ്ങിക്കാം. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ചില കുട്ടികൾക്ക് സ്റ്റിൽ അറിയത്തില്ല ഫുഡ് പെർപെൻഡിക്കുലർ ഇമേജ് പാടുന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ട്. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കാം, ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഇനിയും ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ ഈ ദിവസം ഫുൾ അപ്ലോഡ് ചെയ്യുന്നത്. എക്സാം ടഫ് ആയാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വെച്ച് ടഫ് ആക്കാം. ബാക്കി ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. എക്സാം ഈസി ആയാലും ആ ക്വസ്റ്റ്യൻ പേപ്പർ വരുള്ളൂ. എക്സാം ഒരു മോഡറേറ്റ് ആയാൽ ഇന്ന് വൈകുന്നേരം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യും. അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നാളെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അത് തന്നെ വരണമെന്ന് നിർബന്ധമില്ല, പക്ഷേ മെജോറിറ്റിയും അത് വരാനാണ് സാധ്യത. നല്ല കുറേ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഓക്കെ, അപ്പോൾ മാക്സിമം വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത് കാണുക, ഒരു 5 മിനിറ്റ് എടുത്ത് ഈ വീഡിയോ കാണുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.